ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീഡിയോയ്ക്ക് കാണും. ഓക്കെ, നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. ഞാൻ ഇന്ന് വീഡിയോ മെയിനായിട്ട് ഇടാനുള്ള കാരണം, ഞാൻ +1 +2 എന്തൊക്കെ മണ്ടത്തരങ്ങൾ വരുത്തിയോ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി കൂടാണ്. ഓക്കെ, ഞാൻ 10th കഴിഞ്ഞ് അത്യാവശ്യം മാർക്കൊക്കെ കൊണ്ട് +1 നേരെ സയൻസ് എടുക്കാനായിട്ട് ചെന്നു. എൻ്റെ എക്സ്പെക്റ്റേഷൻ അന്ന് പക്ഷേ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചു, സയൻസ് അങ്ങനെയാണ്, സയൻസ് ഇങ്ങനെയാണ്, ഹ്യൂമാനിറ്റീസ് എളുപ്പമാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താണ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ് ഞാൻ നിന്നപ്പോൾ വീട്ടിൽ സമ്മതിക്കത്തില്ല, ഹ്യൂമാനിറ്റീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് എന്തെടുക്കണോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ സയൻസ് എടുത്ത് ഞാൻ ഫസ്റ്റ് ഡേ ക്ലാസ് ചെന്നിട്ട് സെറ്റ് ഇത് എല്ലാം കൂടെ കേട്ട് എൻ്റെ കിളി പോയി സത്യം. ഫസ്റ്റ് ഡേ ഓഫ് +1 എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ. കാരണം ഞാൻ എന്നെ മാത്സ് കിട്ടിയിട്ട് കഴിയുമോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ രീതിയിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ. ബട്ട് ഗ്രാജുവലി നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കുമോ, ഈ ഇരിക്കുന്ന ഫുൾ പിള്ളേരും നമ്മളെക്കാട്ടി ഭയങ്കര ബ്രില്യൻറ്റ് പിള്ളേരൊക്കെയാണ്, എല്ലാവരും ഭയങ്കര ടോപ്പ് ലെവലാണ്. പക്ഷെ പകുതിയാകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഏകദേശം വൈബുള്ള പിള്ളേരൊക്കെയാണ് മിക്കതും അവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്കൊരു സമാധാനം കിട്ടും. ബട്ട് +1 നമുക്ക് തട്ടിയും മുട്ടിയൊക്കെ സർവൈവ് ചെയ്ത് പോകാൻ, നമുക്ക് അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങിക്കാം. ബട്ട് അതുപോലല്ല +2. കാരണം എനിക്ക് +1 5 A+ഉം ഒരു B+ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു B+ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിക്കായിരുന്നു. അത് ഞാനിപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഇയർ ആയപ്പോൾ. അത് കഴിഞ്ഞ് നേരെ +2 ചെന്നു. ഈ വലിയ മാർക്ക് എക്സ്പെക്റ്റേഷനും വെച്ചുകൊണ്ട് +1 5 A+ഉം ഒരു B+ വലിയ കുഴപ്പമില്ലാത്ത മാർക്കാണെന്നും പറഞ്ഞ് വലിയ എക്സ്പെക്റ്റേഷനിൽ +2 ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെട്ടു. കാരണം +1 ഇഷ്ടം പോലെ സമയമുണ്ട്, തിയറി പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാം. ബട്ട് +2 അങ്ങോട്ട് ചെന്നപ്പം ഇപ്പം എൻ്റെ +2 കഴിഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ് പെട്ടെന്നാണ് സമയം പോകുന്നത്. നമ്മൾ പോലും അറിയത്തില്ല എന്ത് പെട്ടെന്നാണ് സമയം പോകുന്നതെന്ന്. കാരണം നമുക്ക് ലാബുണ്ട്, ആക്ടിവിറ്റി, അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, നമ്മൾ പിന്നെ ക്ലാസ് എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ഇങ്ങനെ വിചാരിക്കുകയോ എൻ്റെ അമ്മയെ പെട്ടെന്നാണല്ലോ പോയതെന്നൊക്കെ. അതുപോലായിരുന്നു എൻ്റെ +2. ഇപ്പം എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. മിനിഞ്ഞാന്നായിരുന്നു എൻ്റെ ഇംഗ്ലീഷ് എക്സാം. അതെല്ലാം കഴിഞ്ഞു. എനിക്ക് +1 +2 പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് +1 കിട്ടുന്ന അത്ര ടൈം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ കണ്ണടച്ചുറക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ +2 ലൈഫ് തീരും. അപ്പോൾ മാക്സിമം അത് എൻജോയ് ചെയ്യുന്നതല്ലാതെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ അത് അന്നു പഠിക്കുക. നമ്മളൊക്കെ വിചാരിക്കും, നമ്മൾ +1 +2 കയറുമ്പോഴായിരിക്കും അന്നു തന്നെ പഠിച്ച് തീർക്കാം. നടക്കത്തില്ല. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കയറി വരും. ആർട്സ് ഡേ, സ്പോർട്സ്, അങ്ങനെ എല്ലാം കയറി വരും. നമ്മൾ പഠിക്കത്തില്ല. നമ്മൾ മാക്സിമം ഒരു ഉഴപ്പി അവസാനം പഠിക്കാനായിരിക്കും. അവസാനം പഠിക്കാനിരുന്ന കാര്യം ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ഫൈനൽ എക്സാം ആയി മോഡൽ ആ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാം ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച് വെച്ച് നമുക്ക് അറിയാം. ബട്ട് അത് എക്സാമിന് എഴുതാൻ പറ്റത്തില്ല. ഈ അറിയാവുന്ന കാര്യങ്ങൾ എഴുതാൻ പറ്റാത്ത സങ്കടം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാക്സിമം മാർക്ക് +1 സ്കോർ ചെയ്യാൻ നോക്കുക. അത് സ്കോർ ചെയ്തിട്ട്, കാരണം +2 നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പാടാണ്. നമുക്ക് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ബയോളജി, മലയാളം, ഹിന്ദി, നിങ്ങളുടെ ലാംഗ്വേജ് ആണ് അത് അത്രയും വിഷയം നമുക്ക് സ്കോർ ചെയ്യിച്ചിട്ട് എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം +1 കമ്പയർ ചെയ്ത് +2 ബയോളജി ഭയങ്കര എളുപ്പമാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു +2 ബയോളജി. വലിയ കുഴപ്പമില്ലായിരുന്നു. +1 ഭയങ്കര ബൾക്കായിട്ട് കുറേ ചാപ്റ്ററുണ്ട്. ബട്ട് +2 നമുക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ട് എനിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എനിക്ക് മാത്സാണ്. എനിക്ക് മാത്സിന് +1 79 ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്മസ് എക്സാമിന് തോറ്റുപോയി. ക്രിസ്മസ് എക്സാമിന് തോറ്റുപോയതുകൊണ്ട് ടീച്ചർ എൻ്റെ ഒരു C മാർക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ടീച്ചറിനോടുള്ള വാശിക്ക് ഇരുന്ന് പഠിച്ചു. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ എക്സാമിന് റിട്ടേൺ ഫുള്ളുണ്ട്, എന്നാൽ C മാർക്ക് അവിടെ ഒരു മാർക്ക് ടീച്ചർ കട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് 79 ആയിരുന്നു. അതുകൊണ്ട് +2 എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഒരു 53, 18 കിട്ടുമെന്ന് ഒരു ഡൗട്ടാണ്. കാരണം ഭയങ്കര പാടായിരുന്നു. എനിക്ക് എൻ്റെ കാര്യമാണ് പറഞ്ഞത്, മിക്കവാറും ഒരു സെയിം ഒപ്പീനിയൻ തന്നെ ആയിരുന്നു. ഭയങ്കര പാടായിരുന്നു. അങ്ങനെ +1 എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ +2 മാർക്ക്. നമുക്ക് ടോട്ടൽ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം പിന്നെ നിങ്ങൾക്ക് നോട്ടിൻ്റെ കാര്യം പറയാനുള്ളത്, മാക്സിമം നിങ്ങൾക്ക് ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് അവിടെ ഇവിടെയും ചെറിയ പേപ്പറിലൊക്കെ എഴുതിയിട്ട് കളയുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. മാക്സിമം ഒരു ഫയലാക്കി വെക്കാൻ നോക്കുക. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ലാസ്റ്റ്. കാരണം ഞാനാണെങ്കിൽ +2 ഫിസിക്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അതായിരുന്നു. ഞാനിങ്ങനെ നോട്ടൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് ബോണ്ട് ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് അവസാനം എക്സാമൊക്കെ ആയപ്പോൾ തിയറി വലിയ കുഴപ്പമില്ലാതെ പോയി. ബട്ട് എന്തൊക്കെ നമ്മൾ പഠിച്ചാൽ മാക്സിമം നിങ്ങൾ പോർഷനൊക്കെ തീർക്കാൻ നോക്കും. കാരണം ലാബൊക്കെ വന്നാൽ പിന്നെ ലാബിൻ്റെ പുറകെ നമുക്ക് 40 മാർക്കോളം ലാബിൽ കിട്ടും. അപ്പോൾ നമ്മൾ ലാബിൻ്റെ പുറകെ ഓട്ടം, തിയറിയുടെ പുറകെ അങ്ങോട്ട് ഓട്ടം,
ആക്ടിവിറ്റി അസൈൻമെൻറ്റ് ഇത് എല്ലാം കൂടെ ഈ ഫെയർവെൽ എല്ലാം കൂടെ വരുമ്പോൾ നമ്മളൊരു പരുവാവും. അവസാനം നമ്മുടെ തിയറി എല്ലാം കൂടെ ഒരു അവിയൽ പരുവാവും. നമ്മുടെ ലാബ് എല്ലാം കൂടെ അടുത്ത അവിയൽ പരുവായി അവിടെ കിടക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ഫൈനൽ എക്സാം, മോഡൽ എക്സാം ഒക്കെ വന്ന് നമുക്ക് ടൈം ഒട്ടും കിട്ടില്ല. ഫസ്റ്റ് നമുക്ക് തോന്നും ടൈമുണ്ട് ഈ ഒരു മാസം കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ എന്നൊക്കെ തോന്നും. ബട്ട് നടക്കത്തില്ല. അപ്പം ആസ് എ +1 സ്റ്റുഡൻറ്റ് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഗ്യാസ്പിംഗ് പവർ, ഓരോരോ സ്റ്റഡി മെത്തേഡൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എന്താണോ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് നിങ്ങൾ അത് മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. കാരണം ഭയങ്കര പാടാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ. നിങ്ങൾ അത്യാവശ്യം തിയറി ഒരു 90% അല്ലെങ്കിൽ 80% തിയറി നിങ്ങൾ പഠിച്ചു വെക്കുവാണെങ്കിൽ ബാക്കി നമുക്ക് 20% നമുക്ക് ലാസ്റ്റത്തേക്ക് നോക്കാം. അവസാനം 20 പഠിച്ചിട്ട് ലാസ്റ്റ് 80 നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് നോക്കിയാൽ നടക്കത്തില്ല. നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നും. സോ ആസ് എ +2 പാസ് ഔട്ട് ചെയ്തൊരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനിയും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സ്റ്റഡി മെത്തേഡോ അങ്ങനെ വല്ലതും വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ ഫോളോ ചെയ്ത സ്റ്റഡി മെത്തേഡ് ഞാൻ ഉറപ്പായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.